ഞാൻ സംബന്ധിച്ചതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ഐറ്റംസ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇത്. കാരണം നമ്മുടെ പാകിസ്ഥാനി കൺസെപ്റ്റ് തന്നെ അതിൽ തന്നെ മസ്ലിൻ നല്ല ഭയങ്കര സോഫ്റ്റ് ഒരു മസ്ലിൻ സിൽക്ക് ഫാബ്രിക് ചെയ്തിരിക്കുന്നതാണ്. ഫ്രണ്ട് പോർഷനിൽ സിമ്പിൾ ഒരു ഡിസൈനേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഒരു മാംഗോ ടൈപ്പ് ഡിസൈൻ ഒരു പ്രിന്റ് പോയിട്ടുണ്ട്. ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെ എനിക്കറിയത്തില്ല. എന്തായാലും ഭയങ്കര രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ടൈപ്പ് ഫാബ്രിക്, നോർമൽ ഷിഫോൺ അല്ല, അതൊരു സിൽക്ക് ബ്ലെൻഡഡ് ടൈപ്പ് ഒരു ഫാബ്രിക്കാണ്. നല്ല സ്മൂത്ത് ആട്ടോ രണ്ട് മെറ്റീരിയലും. ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടിക്കൂടി വരും, അത്രയും നല്ല ഫാബ്രിക്കാണ്. ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ ഇതാട്ടോ. ഇത് കൈക്കുള്ളതൊക്കെ എക്സ്ട്രാ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നീളമായിട്ട് നിൽക്കുന്നത്. ഏകദേശം മൊത്തത്തിൽ ഒരു 3 മീറ്റർ ആയിരിക്കും നമുക്ക് മൊത്തമായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് കൈക്കുള്ളത് ഇങ്ങനെ ഇവിടുന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് ബോട്ടം സെയിം തന്നെയാണ് കേട്ടോ. അതും ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്, നമുക്ക് നോർമലി വരാത്തൊരു ഫാബ്രിക്ക്. സാൻഡൂണിനേക്കാളും ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഈ മസ്ലിൻ്റെ തന്നെ പ്ലെയിൻ അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AD 810, റേറ്റ് 1960. നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. പിന്നത്തെ പ്രിൻറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നേരിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഡിസൈനാണ്. ഞാൻ അടുപ്പിച്ചൂടെ കാണിക്കാവേ. ഇതുപോലെ കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കാണുന്ന ടൈപ്പേ അല്ല, ഭയങ്കര റെയറായിട്ട് കിട്ടുന്നൊരു ഡിസൈനാണ്. കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു പാറ്റേൺ കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലതാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഐറ്റം കേട്ടോ. ഒരു സെമി പാകിസ്ഥാനി സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. മെറ്റീരിയലാണ് മെയിൻ. നമുക്കിതിനോടുള്ള ആ ഒരു ടച്ച് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്. ടോപ്പും ദുപ്പട്ടയും എല്ലാം ഈവൻ ബോട്ടം വരെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AD 812, റേറ്റ് സെയിം ആട്ടോ. അടുത്ത് നല്ല രസമുള്ളൊരു പീക്കോക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡാട്ടോ. അടിപൊളി കളറാണ്. അപ്പോൾ ഇത് ആ ഒരു ഗ്രീനും ഉണ്ട് ബ്ലൂവും ഉണ്ട്, ഈക്വലായിട്ട് അതിൻ്റെ ഒരു ഭംഗി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത്. നല്ലതായിട്ട് ഒതുങ്ങി കിടന്നോളും. ദുപ്പട്ടയൊക്കെയാളും നന്നായിട്ട് നമ്മുടെ ഷിഫോൺ പോലെ അത്രയും ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ബോട്ടം സെയിം കളർ. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാമോ, ഇതാട്ടോ ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിൽ കുറച്ചൊരു ഹാൻഡ് വർക്ക് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ AD 813, റേറ്റ് 1960. ഇവിടെ നാലാമത്തെ ഷെയ്ഡ് ഇതൊരു നല്ല ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇതിലെനിക്ക് തോന്നുന്നു കുറച്ച് നിങ്ങൾക്ക് പ്രിൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ. നല്ല അടിപൊളി പ്രിൻ്റാണ്. ഇതുപോലെ വരും ഫുള്ളായിട്ട് ആ സെയിം പ്രിൻറ്റ് തന്നെ. കൈക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കര ലെങ്തി ആയിട്ട് മടക്കിയും കൂടെ വെച്ചേക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബോട്ടം ആണെങ്കിലും സെയിം കളർ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്പർ വരുന്നത് AD 811, റേറ്റ് 1960. 4 ഷെയ്ഡ് ഉള്ളെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള ഷെയ്ഡ് ബ്ലാക്ക് കളറിലാണ് അടുത്ത് വന്നേക്കുന്നത്. ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രസമായിട്ട് അതിൻ്റെ ഒരു പ്രിൻറ്റ് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് ഇത്രയും മടക്കിയും കൂടെ വെച്ചേക്കുന്നതാണ്. ഇതുപോലെയാണ്, ഭയങ്കര നല്ല ഡിസൈൻ. എന്തായാലും നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് സിൽക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. പാകിസ്ഥാനി കൺസെപ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പാറ്റേണാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത്. അതിൻ്റെ തന്നെ ചെറിയ റേറ്റ് കൂടിയ ഐറ്റംസ് ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AD 813, റേറ്റ് 1960.